Hello my dear students, welcome to our channel EduZone the Commerce Platform. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ട്രേഡിംഗ് ആൻഡ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞു, അടുത്തൊരു വീഡിയോയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞു. ഇന്ന് നമ്മൾ ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 3 അക്കൗണ്ടുകളും കൂടിയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഒരു വീഡിയോ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്താണെന്നാണ് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് prepared for showing the financial position of the business, summarizing its asset and liabilities at a given date. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആകെ ആ ബിസിനസ്സിൻ്റെ സമ്മറിയാണ് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് ദി ഗിവൺ ഡേറ്റ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ആ ഇയർ എൻഡിൽ അല്ലെങ്കിൽ ആ മാസ അവസാനം ആ ബിസിനസ്സിൻ്റെ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ്. അതായത് ആ ബിസിനസ്സിൻ്റെ അസറ്റും ലയബിലിറ്റീസും ക്യാപിറ്റലും ഒക്കെ ഇപ്പോഴത്തെ കറൻറ്റ് പൊസിഷൻ അറിയാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. തുടക്കത്തിലല്ല ചെയ്യൽ, അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിലാണ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് നേരിട്ട് പോയി ചെയ്യലല്ല, ട്രേഡിംഗ് അക്കൗണ്ടും ഉണ്ടാക്കി അതിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് കിട്ടും. അത് വെച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കിട്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റിൻ്റെ മോഡൽ പറയുകയാണെങ്കിൽ ഐറ്റം ഓഫ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആർ ഷോൺ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോൺ ആസ് ലയബിലിറ്റി സൈഡ്. അതായത് 2 സൈഡ് ഉണ്ടാവും. നമ്മൾ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ലയബിലിറ്റി സൈഡ് ആൻഡ് അസറ്റ് സൈഡ് എന്നാണ് ബാലൻസ് ഷീറ്റിൻ്റെ 2 സൈഡ് അറിയപ്പെടുന്നത്. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് അറിയപ്പെടുന്നത് ലയബിലിറ്റീസ് എന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ ലയബിലിറ്റീസും ക്യാപിറ്റലും മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. ദ ഐറ്റം ഓഫ് അസറ്റ് ആർ ഷോൺ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഏതാ ഉണ്ടാവുക? അസറ്റാണ്. അതിൻ്റെ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ഇത് അതിൻ്റെ ഫോർമാറ്റാണ്, പ്രൊഫോമ ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് ഈ കാണിക്കുന്നത്. ലയബിലിറ്റി സൈഡ് കണ്ടോ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസ്. അതിൽ ഐറ്റംസ് ഏതൊക്കെയാണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് എന്താ നമുക്കറിയാം അല്ലേ? ബിൽസ് പേയബിൾ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇൻകം റിസീവബിൾ ഇൻ അഡ്വാൻസ്, ലോൺസ് അഡ്വാൻസ്, ക്യാപിറ്റൽ, ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ട്, അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ആണോ എന്നുള്ളത് നോക്കണം. നെറ്റ് ലോസ് ആണെങ്കിൽ കുറയ്ക്കുക. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്ത് അതിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ എമൗണ്ട് കിട്ടും. ഓക്കെ, ദെൻ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെപ്റ്റേഴ്സ്. അവിടെ നമ്മൾ ബിൽസ് പേയബിൾ പറഞ്ഞാൽ ഇവിടെ ബിൽസ് റിസീവബിൾ, ഗുഡ്സിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് മെഷീനറി, ഫേർണിച്ചർ, ബിൽഡിങ്, പാറ്റേൺ, കോപ്പിറൈറ്റ്, ഗുഡ് വില്ല്, ഈ ഐറ്റംസൊക്കെ നമ്മുടെ അസറ്റാണ്. ഓക്കെ, അസറ്റുകളൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ് സൈഡിലും ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റി സൈഡിലുമാണ് എഴുതുക. നമ്മളൊരു അക്കൗണ്ട് എഴുതുന്നത് പോലെയല്ല ബാലൻസ് ഷീറ്റ്. അക്കൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് പർട്ടിക്കുലേഴ്സ് എന്നാണ്. അതേസമയം ഇവിടെ നമ്മൾ എഴുതൽ ഡെബിറ്റ് സൈഡിൽ ലയബിലിറ്റീസ് എന്നും ക്രെഡിറ്റ് സൈഡിൽ അസറ്റ് എന്നാണ് എഴുതുന്നത്. എമൗണ്ട് കോളത്തിലെ എമൗണ്ടും എഴുതി 2 സൈഡും ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ വരില്ല. ടോട്ടൽ നമുക്ക് ടാലി ആവും. ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇനി ഈ ബാലൻസ് ഷീറ്റിന് മർഷാലിംഗ് മെത്തേഡ് പറയുന്നുണ്ട്. മർഷാലിംഗ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അതായത് മർഷാലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദി ഐറ്റം ഓഫ് എ ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഇപ്പോൾ നമ്മൾ ആ ഫോർമാറ്റിലുണ്ടല്ലേ, ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എന്തൊക്കെയാണ്? ഐറ്റംസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അതൊരു സ്പെസിഫിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മർഷാലിംഗ്. നിങ്ങളോട് ചോദിക്കാം മർഷാലിംഗ് എന്താണെന്ന്. മർഷാലിംഗ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് റെഫർ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഐറ്റം ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻ എ order. Okay, there are 2 methods by which asset and liabilities can be marshaled.
രണ്ട് മെത്തേഡ് ഉണ്ട് മാർഷൽ ചെയ്യാൻ. അസറ്റ് ലയബിലിറ്റീസും മാർഷൽ ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ബേസിൽ, ലിക്വിഡിറ്റി ബേസ്. രണ്ടാമത്തത് ഇൻ ഓർഡർ ഓഫ് പെർഫോമൻസ്. അപ്പോൾ ബാലൻസ് ഷീറ്റിനെ രണ്ട് മെത്തേഡിൽ മാർഷൽ ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റി ബേസിലും പെർഫോമൻസ് ബേസിലും. ലിക്വിഡിറ്റി ബേസ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി റെഫേഴ്സ് ടു ദി ക്വാളിറ്റി ഓഫ് ആൻ അസറ്റ് ബൈ വിച്ച് ഇറ്റ് ക്യാൻ ഈസിലി ഗെറ്റ് കൺവേർട്ട് ഇൻ ടു ക്യാഷ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ് അല്ലേ, നമുക്കറിയാം. ലിക്വിഡിറ്റി പറഞ്ഞാൽ നമ്മൾ അതിനെ കൺവേർട്ട് ടു ക്യാഷ്, പെട്ടെന്ന് ഈസിലി കൺവേർട്ടഡ് ടു ക്യാഷ്. അതായത് ആ അസറ്റ് സൈഡിലായാലും ലയബിലിറ്റി സൈഡ് പെട്ടെന്ന് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുന്ന ഐറ്റം ആദ്യം അതിന് കൂടുതലുള്ളത് അങ്ങനെ ഓർഡർ എഴുതുമ്പോൾ അതിനെ ലിക്വിഡിറ്റി ബേസിലാണെന്ന് പറയാം. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ഫോമാറ്റാണ് ഈ കാണിക്കുന്നത്, ഫോമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി ബേസിൽ എങ്ങനെയാണ്, ലയബിലിറ്റി സൈഡ് നോക്കുന്നതിനേക്കാളും നമുക്ക് അസറ്റ് സൈഡ് നോക്ക്. ഫസ്റ്റ് ക്യാഷ് എന്താണ്, നമ്മുടെ കയ്യിലെ ക്യാഷ് തന്നെയാണ് ലിക്വിഡ് ബേസിൽ ഫസ്റ്റത്തെ ക്യാഷ് അല്ലേ. രണ്ടാമത്തത് കയ്യിലെ ക്യാഷ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതായിരിക്കും, ബാങ്കിലെ ക്യാഷാണ് അടുത്തത് അല്ലേ. പിന്നെ ക്യാഷ് ആക്കാൻ പറ്റും നമുക്ക് ബാങ്കിലെ ക്യാഷാണ്. പിന്നെയോ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ആ ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഓർഡർ ഓഫ് പെർഫോമൻസ്. നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ലിക്വിഡിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പെർഫോമൻസ് ബേസിൽ. ഓർഡർ ഓഫ് പെർഫോമൻസ് ഈസ് ബേസ്ഡ് ഓൺ തിയറി ഓഫ് പെർഫോമൻസ്. പെർഫോമൻസ് മീൻസ് ടെൻഡൻസി ഓഫ് അസറ്റ് ഫോർ സ്റ്റേയിങ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ഓർ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ലൈഫ് ഓഫ് ദി അസറ്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. അതായത് ആ ബിസിനസ്സിലെ അസറ്റിൻ്റെ കാലാവധിയുടെ ബേസിൽ, പെർഫോമൻസ് ബേസിലാണ്. അത് ആദ്യത്തെ നമ്മളെന്താ പറയുക, ലിക്വിഡിറ്റി ബേസിൽ എന്നാൽ പെട്ടെന്ന് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ പെർഫോമൻസ് എത്ര കാലം ബിസിനസ്സിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഓർഡറിൽ ബേസിലാണ് നമ്മൾ രണ്ടാമത്തെ മാർഷലിംഗ് മെത്തേഡ് വരുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് അറേഞ്ച് ചെയ്യുന്ന ഓർഡറിൽ പറയുന്ന പേരാണ് മാർഷലിംഗ്. മാർഷലിംഗ് രണ്ട് ഐറ്റം ഉണ്ട്, ലിക്വിഡിറ്റി ബേസിൽ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്, ഓർഡർ ഓഫ് പെർഫോമൻസും ഉണ്ട്. ലിക്വിഡിറ്റി പറഞ്ഞാൽ പെട്ടെന്ന് ഈസി കൺവേർട്ട് ഇൻ ടു ക്യാഷാണ് ലിക്വിഡിറ്റി ഓർഡറിലുള്ളത്. പെർഫോമൻസ് ഓർഡറിലുള്ളത് എന്ന് പറയുന്നത് എക്സ്റ്റെൻറ്റ് ഓഫ് ലൈഫ് ഓഫ് അസറ്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ രണ്ട് മെത്തേഡാണ് പറയുന്നത്. അതിൻ്റെ ഫോമാറ്റാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതാ ഈ ഫോമാറ്റ് ഒന്ന് നോക്കുക. ഡെബിറ്റ് സൈഡിൽ, അതായത് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ അല്ലേ, അത് നിൽക്കുന്ന അവസ്ഥ. ദെൻ ലോണ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ. അതേപോലെ തന്നെയാണ് അസറ്റ് സൈഡിൽ വരുന്നത്. ഗുഡ് വില് നല്ലൊരു അസറ്റാണ്, ബിസിനസ്സിൽ ഒരുപാട് കാലം നിൽക്കും. കോപ്പി റൈറ്റ്, പകർപ്പവകാശം, പാറ്റൻറ്റ് റൈറ്റ്, ബിൽഡിംഗ് ഒക്കെ ഒരുപാട് കാലം ബിസിനസ്സിൽ നിൽക്കുന്ന അസറ്റാണ് അല്ലേ. അങ്ങനെ പോയി ലാസ്റ്റൊക്കെ എത്തുമ്പോഴാണ് ക്യാഷ് അറ്റ് ബാങ്ക്, ലാസ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ലിക്വിഡിറ്റി ബേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പെർഫോമൻസ് ബേസിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ബാലൻസ് ഷീറ്റ് എന്താണെന്നും ബാലൻസ് ഷീറ്റിൻ്റെ മാർഷലിംഗ് മെത്തേഡും പറഞ്ഞു. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഈ 3 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2 വീഡിയോകളിൽ നമ്മൾ എങ്ങനെ ഫിനാൻഷ്യൽ ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ബാലൻസ് ഷീറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം അടുത്ത വീഡിയോയിൽ നമ്മളൊരു വർക്ക് ചെയ്യുകയാണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാം, ഒരു ട്രയൽ ബാലൻസ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നാൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ആ ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്ലസ് ബാലൻസ് ഷീറ്റ് എങ്ങനെ റെഡിയാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോയിലുണ്ട്. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.